ചിന്നു ചിന്നു മോളെ ചിന്നൂട്ടി ചിന്നു ചിന്നു ചിന്നൂട്ടി മോളെ ചിന്നു ചിന്നു മോളെ ചിന്നൂട്ടി മോളെ അവളുടെ ഒരു കുഞ്ഞൂട്ടി. ഹലോ ഹലോ, നമസ്കാരം. ഗുഡ് മോർണിംഗ് സർ, മേധയാണ്. മനസ്സിലായി. പറ, അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടോ? അല്ല, പ്രശ്നമൊന്നുമില്ല. ഇവിടുത്തെ ഫ്രിഡ്ജ് ഒന്ന് മാറ്റണമെന്ന് പറയാനായിരുന്നു. എന്തു പറ്റി? നല്ല ഫ്രിഡ്ജാണല്ലോ. അല്ല, പുതിയ ഫ്രിഡ്ജ് ഒന്ന് മേടിക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ കൺജസ്റ്റഡ് ആവുമല്ലോ. ഞാനിപ്പോൾ അതെടുത്ത് എവിടെ കൊണ്ടുവയ്ക്കാനാ? അയ്യോ സർ, പ്ലീസ്. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ ചെക്ക് ചെയ്യാം. എന്തായി ഇരിക്കും? യൂണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിയിൽ നിന്ന് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയോ? സാർ, നമ്മൾ കൊടുത്ത അഡ്രസ്സും ആ പേരും വെച്ചിട്ട് അവർ ആധാറിൻ്റെ കോപ്പി അയച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യും. ഓക്കെ സാർ. അപ്പോൾ ഇതാണ് ആള്. ഉറപ്പിക്കാൻ വരട്ടെ. നമ്മുടെ ഡിജിറ്റൽ ടീമിനോട് ഈ ഫോട്ടോ ഒന്ന് എൻലാർജ് ചെയ്തെടുക്കാൻ പറ. സാർ. മഹേഷ് സാർ, നമ്മൾ വിക്ടിമിന്റെ മുഖം ഡിജിറ്റലി റീകൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ലാബിലേക്ക് വരികയാണെങ്കിൽ ചെക്ക് ചെയ്യാം. ഗ്രേറ്റ്, വി ആർ ഓൺ അവർ വേ. FSL മഹേഷ വിക്ടിമിന്റെ ഫേസ് അവർ ഡിജിറ്റലി റീകൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അതും ഇതും മാച്ചായ പിന്നെ നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ സാർ.
Yes, it's a match. അതെന്തൊരു ചോദ്യം സാറേ. ഫിലിപ്പ് സാറിന് ഇവിടെ ആർക്ക് അറിഞ്ഞൂടാത്തത്? കാരിച്ചാക്കാരെന്ന് പറഞ്ഞ ഇവിടുത്തെ വലിയ കുടുംബക്കാരല്ലേ. സാറിന്റെ കാലം കഴിഞ്ഞതോടുകൂടി എല്ലാം കൈമറിഞ്ഞു പോയില്ലേ? അയാളുടെ ഫാമിലിയൊക്കെ ഇപ്പോൾ ഓ, അവരൊക്കെ ഇവിടുന്ന് എന്നേ പോയി. ഫിലിപ്പ് സാറിന്റെ വിൽപത്രത്തില് കാരിച്ച വീടും വസ്തുവും ആദ്യ ഭാര്യയിലുള്ള കൊച്ചിന്റെ പേരിലാണ് എഴുതി വെച്ചിരുന്നേ. ആദ്യ ഭാര്യയിലെ കൊച്ചു. ഓ, ആദ്യ ഭാര്യ മേരി ചേച്ചിയിലുണ്ടായ കൊച്ച് ഈവാ മരിയ. അപ്പോൾ ഈ ഫിലിപ്പിന് ഒരു രണ്ടാം കുടുംബം ഉണ്ടോ? അതൊരു കഥയാ സാറേ. ഈവ കൊച്ചിന് 1 വയസ്സ് തികയുന്നതിന് മുമ്പ് മേരി ചേച്ചി മരിച്ചുപോയി. പിന്നെ കൊച്ചിനെ നോക്കാൻ വേണ്ടി സാർ ഒരു അകന്ന ബന്ധുവിനെ കൊണ്ടുവന്ന് വീട്ടിൽ നിർത്തി. ലിസി. അവൾ ആളൊരു ജഗജില്ലിയാ. അവള് പയ്യെ പയ്യെ സാറിന്റെ കൂടെ അങ്ങ് പൊറുതിയായി. ഒടുക്കം കൊച്ചിനെ നോക്കാൻ വന്ന ലിസി സാറിന്റെ 2 കൊച്ചുങ്ങളെ പറ്റി. ഈവ കൊച്ചിനെ പണ്ടേ ലിസിക്ക് കണ്ടൂടായിരുന്നു. ഒടുക്കം മുറുമുറുപ്പ് മൂത്ത് വന്നപ്പം സാർ അതിനെ കൊണ്ട് കോൺവെന്റിലാണ്. പിന്നെ അത് പഠിച്ചതും വളർന്നതും ഒക്കെ അവിടെ തന്നെ. ഇവിടുത്തെ കാര്യമായിട്ട് ഒരു ബന്ധവുമില്ലായിരുന്നു. സാറ് മരിച്ചു 1 കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ ആ കൊച്ചു വന്ന് അതിന് കിട്ടിയെല്ലാം വിറ്റ് പറക്കി പോവുകയും ചെയ്തു. ആ വന്നല്ലോ സേടി. സാറേ, ഇതാണ് കുഞ്ചറിയ. ഇവിടത്തെ പ്രധാനപ്പെട്ട ഒരു ബ്രോക്കറാണ്. ഈ നാട്ടിലൊരു കരിയലാണെങ്കിൽ അപ്പൊ കുഞ്ചറിയുടെ ഫോണിൽ മെസ്സേജ് വരും. അങ്ങനാണോ? കുഞ്ചറിയെന്ന് വന്നേ. എന്താ സാറേ? സംസാരിക്കട്ടെ. ആ, ഇതാണ് സാറേ കാരിച്ചാൽ വീട്. തോന്നിക്കണ അങ്ങേരില്ലേ, അയാളാണ് വീട് വാങ്ങിച്ചത്. ആ ചായോ, എന്നുണ്ട്? നമ്മളെ പഴയ ഉടമസ്ഥരില്ലേ, അവരെ കുറിച്ച് അറിയാൻ വേണ്ടി വന്നത്. ഓ, അവരുമായിട്ട് എനിക്ക് ഇടപ്പൊന്നുമില്ല. ഞാനിത് എറണാകുളത്തെ ഏജൻസി വഴി വാങ്ങിയതാ. ഇടപാട് കഴിഞ്ഞാൽ പിന്നെ അവരോട്ട് കണ്ടിട്ടുമില്ല. സാർ, ഈ വസ്തുവും ഇവ കൊച്ചിന്റെ പേരിലാണ് ഫിലിപ്പ് സാർ എഴുതി വെച്ചത്. 4-5 ഏക്കറുണ്ട്. എന്റെ കയ്യിൽ നല്ല ഫസ്റ്റ് ക്ലാസ് ടീം ഉണ്ടായിരുന്നു സാർ ഇത് വാങ്ങാൻ വേണ്ടി. പക്ഷെ ഞാൻ അറിയാതെ ആ കൊച്ച് എവിടെന്നോ വന്ന വരുത്തന്മാർക്ക് ഇത് വിറ്റ്. ആ വാങ്ങിയവരെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത് കൊടുത്തെന്ന്. ഈ ലിസി ഇപ്പോ ഉണ്ട്, ഇപ്പോഴും ലിസ്റ്റ് ഉണ്ട്. ഫിലിപ്പ് സാറ് പണ്ട് മലമൂട്ടിൽ ഒരു വീട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെയാണ് ഇപ്പോൾ അവരുടെ താമസം. ഓ, ലിസിയുടെ മക്കളോ? രണ്ട് പേര്. ഒന്ന് തലമുടി മുറിച്ച ഒരു പെണ്ണ്, ആ കൊച്ചു നേഴ്സാണ്. പിന്നെ തലയറച്ച ഒരു പയ്യൻ. ആ പെണ്ണിന്റെ കല്യാണം നമ്മുടെ കാരക്കുളത്താണ് നടന്നത്. ഈയിടെ കിടന്നേ ഉള്ളൂ. ഞാനാണ് സാറേ അതിന്റെ ഏർപ്പാട്. സാറേ, അപ്പൊ ശരി സാറേ, എനിക്ക് പോയിട്ട് ഒരു സ്ഥലം കാണിക്കാനുണ്ട്. എന്റെ നമ്പറാണത്. വണ്ടി, വസ്തു, പിന്നെ സംബന്ധം എന്തുണ്ടെങ്കിലും ഈ കുഞ്ചറിയുണ്ട്. സാർ വിളിച്ചാൽ മതി. വിളിക്കാം. ഓ, ഈ ലിസി ഇപ്പൊ താമസിക്കുന്ന വീട്ടിലേക്കുള്ള വഴി എങ്ങനെയാ? എന്നാടി ആസിഡ് ഉറഴിക്കാൻ വെച്ചായിരുന്നോ? ആ വച്ചു. ആ, അപ്പുറത്തുനിന്ന് ആ ഷീറ്റ് കുടിഞ്ഞെടുത്തു. ഓ, അയ്യടാ, എങ്ങനെയാടാ ആടിനെ വെട്ടുന്നേ? നല്ല നല്ല കഷ്ണമാക്കാനെങ്കിലും പഠിക്കടാ പൈലി. ഫിലിപ്പ് കാരിച്ചാലിന്റെ. ആ, കെട്ടിയോളാ ലിസി. എന്നാ കാര്യം? എൻ്റെ മോളും മരുമോനും കൂടെ വിരുന്നിന് വരുന്ന ദിവസമാണ്. അതിൻ്റെ കുറച്ച് ഒരുക്കവും തിരക്കിലും ഒക്കെയാ. സാറുമാരെവിടുന്ന? പോലീസിൽ നിന്നാ ചില കാര്യങ്ങൾ അറിയാനുണ്ട്. എന്നാ സാറേ, ആ ചെറുക്കൻ പിന്നെയും വല്ല കുഴപ്പമുണ്ടാക്കിയോ? ഞങ്ങൾക്കറിയേണ്ടത് ഇവാ മറിയെ കുറിച്ചാണ്. എൻ്റെ പൊന്നു സാറുമാരെ, എനിക്ക് ആ നശിച്ചവളെ കുറിച്ച് ഒന്നും പറയാനുമില്ല, എനിക്കൊട്ട് അറിയുകയും വേണ്ട. കാഴ്ചയും കണ്ടോണ്ട് നിൽക്കാതെ വേഗം ആട്ടടാ പൈലി. ഇപ്പം പറയാൻ സൗകര്യം ഇല്ലെങ്കിൽ സ്റ്റേഷനിലോട്ട് വിളിപ്പിക്കാം. അവിടെയാകുമ്പോൾ വിശദമായിട്ട് ഇരുന്ന് സംസാരിക്കാം. ഈ ഫിലിപ്പ് മരിച്ചത് 2019 ജനുവരിയിൽ. മരിക്കുന്നതിന് മുമ്പ് അയാൾ ഇവാ മറിയെ കുറിച്ച് നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിരുന്നു? അവളെക്കുറിച്ച് എന്തെങ്കിലും അറിയാനോ ബന്ധം പുതുക്കാനോ ഞാൻ പോയിട്ടില്ല. പിന്നെ
അങ്ങേര് മരിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് അവളൊരു ഹിന്ദു ചെറുക്കനെ പ്രേമിച്ച് കല്യാണം കഴിച്ചു. തിരുവനന്തപുരത്തെ ഏതോ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കല്യാണം നടത്തിയതിന് ശേഷമാണ് അപ്പനെ വിളിച്ചു പറയുന്നത്. എന്നിട്ടും അങ്ങേര് അവളുടെ അമ്മയുടെ കുറേ സ്വർണവും പണവും ഒക്കെ എടുത്തുകൊണ്ട് പുന്നാരമോളെയും മരുമോനെയും കാണാൻ പോയി. എന്നിട്ട് ആ ഞായറാഴ്ച ഈസ്റ്റർ അവരോടൊപ്പം കൂടിയിട്ടാ ആളിങ്ങെത്തിയത്. അടുത്ത ഈസ്റ്റർ കൂടാൻ നിൽക്കാതെ അങ്ങേരങ്ങ് പോയി. അപ്പന്റെ മരണത്തിന് വന്നപ്പോ ഇവയുടെ കൂടി ഹസ്ബൻഡ് ഉണ്ടായിരുന്നു? ഇല്ലില്ല, അവൾ ഒറ്റയ്ക്കാ വന്നത്. വന്നേച്ച് അടക്കം കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ പോവുകയും ചെയ്തു. പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ആ വസ്തുവും വീടും വിറ്റപ്പോൾ ഒരു വാക്ക് ഹേ ഹേ. എവിടെയും പോയി തൊലയട്ടെ. ഞാനും എൻ്റെ പിള്ളേരും കഷ്ടപ്പെടാൻ കാരണം ആ നാശം പിടിച്ച വിത്താ. ശരി. അല്ല, അവളെക്കുറിച്ച് ഇപ്പം അന്വേഷിക്കാൻ എന്താ സാറേ കാര്യം? ഒന്നുമില്ല, ഒരു റുട്ടീൻ വെരിഫിക്കേഷൻ. ഓ, ഇനി വെന്ത് പാകമായി വരാൻ നേരം കുറെ ആവുമല്ലോ. ഓ, അതിന് കുറച്ച് പച്ചക്കപ്പളങ്ങ മുറിച്ചിട്ടാ മതി സാറേ, എളുപ്പം വെന്തോളും. അപ്പൊ ഇനി ഏത് റൂട്ട് പോകും സാറേ? തിരുവനന്തപുരത്തെ സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ നിന്ന് 2018 ഈസ്റ്ററിന് മുമ്പ്, അതായത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നടന്ന കല്യാണങ്ങളുടെ ഡീറ്റെയിൽസ് എടുക്കണം. അതിലുണ്ടാവും നമുക്കിനി പോകേണ്ട റൂട്ട്, ഇവ മറിയുടെ ഹസ്ബൻഡിലേക്കുള്ള റൂട്ട്.